ഹലോ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് കിട്ടിയ ഡ്രസ്സിൻ്റെ ബോക്സുകൾ ഇനിയും ഉണ്ട് കേട്ടോ കുറേ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ തോന്നാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഒരു ബോക്സ് എടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഓരോന്നോരോന്നായി കട്ട് ചെയ്യാൻ നിൽക്കാതെ ഞാൻ എല്ലാം മടക്കിയിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടോ. നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ചിലതിൻ്റെ ഒന്നും ഷേപ്പ് കറക്റ്റ് വന്നിട്ടില്ല. അങ്ങനെ ഷേപ്പൊക്കെ ലെവലാക്കി കട്ട് ചെയ്തെടുത്തിട്ടോ. സ്കൂളിൽ പഠിച്ച കാലം മുതലേ ഉള്ള എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ 2024 ഏപ്രിൽ എഴുതിയ കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി വേറെ പേപ്പേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുത്താലും മതി. അങ്ങനെ അതേ നമ്മൾ ഇത്രയും പേപ്പേഴ്സ് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ പണ്ടങ്ങാണ്ട് ഒരു സ്കൂളിൻ്റെ ആവശ്യത്തിന് വാങ്ങിയ ഒരു ചാർട്ടിൻ്റെ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ഫ്ലവർ ഉണ്ടാക്കാനൊക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അങ്ങനെ ശരിയായി. അങ്ങനെ ഓരോരോ പേപ്പേഴ്സായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വലിയ ഫ്ലവേഴ്സും ചെറിയ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവറിൻ്റെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്ത് അതിന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ബേബി ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബേബി എണീക്കുന്നുണ്ട്. ബേബി എണീറ്റ് ഈ സാധനങ്ങളൊക്കെ വാരിപ്പറക്കി എടുത്ത് വെക്കും കേട്ടോ. ഉറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അതെടുത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്ര കഷ്ടപ്പെട്ട് ക്രാഫ്റ്റ് ചെയ്താലും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ കുറച്ച് വീക്കാണ്. കുറച്ച് ദിവസം വാളിലൊക്കെ നല്ല രസമായിട്ട് കാണും, പിന്നെ അത് ഏതെങ്കിലും മൂലയ്ക്ക് കിടക്കണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യം ഇതുപോലത്തെ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ മെച്ചി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ ഇപ്പം മെച്ചി ചോദിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടാണോ എന്ന്. പക്ഷേ ഇത് ഞാൻ നല്ല വൃത്തിയിൽ സൂക്ഷിക്കും കേട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ റൗണ്ടിൽ കാണുന്ന കുഞ്ഞു മിററും വലിയ മിററൊക്കെ പഴയ ഡ്രസ്സെന്നൊക്കെ ഞാൻ കൂട്ടി വെച്ച കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും എനിക്ക് സംഭവം ഇഷ്ടമായി. ഞാൻ വിചാരിച്ചതിനേക്കാളും ഉഷാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഹാളിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ്